കർക്കിടക മാസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന നമ്മുടെ ശാരീരിക വേദനയാണ്, മുട്ടുവേദന, ദേഹം വേദനയൊക്കെയാണ്. ഈ സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എണ്ണകൾ ഏതൊക്കെയാണ്? അതായത് ധാന്വന്തരം കുഴപ്പ്, അത് നിങ്ങളുടെ ഏത് പ്രകൃതി ആയാലും നിങ്ങൾക്ക് ഈ എണ്ണ ഉപയോഗിച്ച്, അതായത് ഒരിക്കലും നമ്മൾ നമ്മുടെ എണ്ണ ചൂടാക്കരുത്. പാത്രം ചൂടാക്കിയിട്ട് അതിൽ എണ്ണ ഒഴിക്കുക. നമ്മൾ അഥവാ എണ്ണ ഹീറ്റ് ചെയ്താൽ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ബ്രേക്ക് ആവും. അപ്പം ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്. അപ്പം നമ്മൾ പാത്രം ചൂടാക്കി ഉപയോഗിച്ചുള്ള എണ്ണ എല്ലാ ജോയിൻസിലും നമ്മൾ റൗണ്ട് ആയിട്ടാണ് നമ്മൾ മസാജ് ചെയ്യുന്നത്, വെറെവർ ദെയർ ആർ ജോയിൻസ്. ബാക്കി നമ്മൾ ഡൗൺവേർഡ് പൊസിഷനിലാണ് മസാജ് ചെയ്യുന്നത്. അത് ചെറിയ ചൂടോടുള്ള എണ്ണ. ഇതൊരു ദേഹം മൊത്തം തേച്ചിട്ട് ഒരു 30 to 40 മിനിറ്റ്സ് ദേഹത്ത് പിടിപ്പിച്ചിട്ട് അല്പം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്, ഇത് പിത്തപ്രകൃതിയോ അല്ലെങ്കിൽ ദേഹത്ത് ചൂട് ഫീൽ ചെയ്യുന്നവർക്ക് പിണ്ടതൈലം കുറച്ചും കൂടെ നല്ലതാണ്. ഇനി നമ്മുടെ നിറം വർദ്ധിക്കാനും നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനാണെങ്കിൽ മഞ്ചിഷ്ടാദിയോ അല്ലെങ്കിൽ ഏലാദി നാൽപ്പാമരാദിയോ ഉള്ള എണ്ണയും നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത് കൊച്ചു കുട്ടികൾക്ക് നമുക്ക് ഉപയോഗിച്ച് തേച്ച് കുളിപ്പിക്കാവുന്നതാണ്. ഏത് എണ്ണ തേച്ചാലും അത് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമതായിട്ട്, ഈ തേച്ച് കുളിയിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഉച്ചയ്ക്ക് മുമ്പേ ആയിരിക്കണം. സന്ധ്യാകാലത്ത് ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, വേദന കൂടും. അതുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പേ വേണം കുളിക്കാൻ, അല്ലെങ്കിൽ രാവിലെ പുലർച്ചയ്ക്ക് ഒരു 6 തൊട്ട് 8 മണിക്ക് അകത്ത് കുളിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആയുർവേദ സെൻറ്ററുകളിൽ പോയി നിങ്ങൾക്ക് അഭ്യംഗവും ഇലക്കിഴിയും ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ ഇൻസ്ട്രക്ഷൻ പാലിച്ച് വേണം ഈ വക ചികിത്സ ചെയ്യാൻ. പ്രധാനമായിട്ട് ഈ സമയത്ത് വസ്തി അല്ലെങ്കിൽ വയറ് ഇളകുന്ന ചികിത്സകൾ കൂടുതൽ ചെയ്യുക. കാരണം ബാക്കിയെല്ലാം പൂർവ്വകർമ്മയാണ്. അതായത് നമ്മൾ അഭ്യംഗം ആയാലും ഇലക്കിഴി ആയാലും ഇത് പൂർവ്വകർമ്മമായിട്ടാണ് പഞ്ചകർമ്മയിൽ പറയുന്നത്. പ്രധാന കർമ്മം എന്ന് പറയുന്നത് വസ്തിയോ വിരേചനോ വമനം, അങ്ങനെയാണ് ഇതിൽ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ആയുർവേദ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ തന്നെ ഡോക്ടർ നിങ്ങൾക്ക് നിർദ്ദേശം തരും ഏത് ചികിത്സയാണ് നിങ്ങൾക്ക് ഉത്തമമെന്ന്. കർക്കിടക ചികിത്സത്തിൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശക്തി വളരെയേറെ കൂടാൻ ചാൻസസ് ഉണ്ട്.